ഇന്ന് വാങ്ങിയ കുറേ പച്ചക്കറികളാണ് ഇതൊക്കെ ഞാൻ നീറ്റായിട്ട് കഴുകി ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഉണങ്ങിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റണം. ഇതൊക്കെ നാഗർകോവിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം അങ്ങനെ മാർക്കറ്റിൽ വെച്ച് എനിക്ക് കുറച്ച് മുളക് കണ്ടു കേട്ടോ. നമ്മുടെ ഈ നല്ല മണമുള്ള അവിയലിലൊക്കെ ഇടാറില്ലേ ഈ മുളക്. അപ്പോൾ ഈ മുളകിനെ എനിക്ക് കണ്ടപ്പം വെറുതെ വിടാൻ തോന്നിയില്ല. നല്ല വെയിലാണ്, നമുക്കിതിനെ വെച്ച് മോര് മുളക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കുറേ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പച്ചമുളകും ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെച്ചിരിക്കുകയാണ്. പക്ഷേ മോർമുളക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ തോന്നാൻ പോരാ, ഒരു ദിവസത്തെ ഫുൾ വെയിൽ ഇത് കൊള്ളണം. അപ്പോൾ അതിനു വേണ്ടി ചെറിയൊരു പ്രോസസ്സ് ചെയ്യണം. ആദ്യം നമ്മളിതിലൊരു ചെറുതായിട്ടൊരു വര കത്തി കൊണ്ടോ വേറെ എന്തെങ്കിലും ഷാർപ്പായ എന്തെങ്കിലും കൊണ്ട് ഒരു വര ഇട്ട് കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ചെറുതായിട്ടൊരു കട്ട് ചെയ്യണം. പിന്നുകൊണ്ടോ കത്തി കൊണ്ടോ എന്തെങ്കിലും ചെറുതായി ഫുള്ളായിട്ട് അങ്ങ് കീറേണ്ട ആവശ്യമില്ല. കീറുകയാണെങ്കിൽ പിന്നെ നമ്മളത് മോറിലിടുമ്പോൾ അതിൻ്റെ എരിവൊക്കെ അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ഇത്ര ലൈറ്റായിട്ടൊന്ന് കീറിയിടുകയാണ്. ഇങ്ങനെ എല്ലാം ഒന്ന് കീറിയിടണം. ഇത് നല്ല മണമുള്ള മുളകാണ്, എല്ലാവർക്കും അറിയാം. അവിയലിനിടാം, സാമ്പാറിനിടാം. നല്ല മണമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. വലിയ എരിവൊന്നും കാണില്ല. അപ്പം ഇതിങ്ങനെ ഒരെണ്ണാ കീറിയിട്ടിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ച് ഒരു ദിവസത്തെ ഉണക്ക് ഉണ്ട് ഇതിന്. നമുക്കിതിങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ കീറിയിട്ടിട്ട് കാണാം. ഞാനിവിടെ സ്റ്റൗവിൻ്റെ ബർണറിൽ ഇങ്ങനെ പൊടിയൊക്കെ വന്നാൽ തട്ടിയിടാൻ വേണ്ടി എടുക്കില്ലേ ഒരു ക്ലീനർ, ഈ ഒരു ടൂൾ വെച്ചാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത്. മുഴുവനായിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഞാനിങ്ങനെ പാതി കുറച്ചേ കട്ട് ചെയ്യുന്നുള്ളൂ. മെയിനായിട്ട് എണ്ണയിലിടുമ്പോൾ കട്ട് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനാണ് ഒരു ചെറിയൊരു കട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു വര മാത്രം തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ വെളിയിൽ ഉണങ്ങാനിടാം. വെളിയിൽ നല്ല വെയിലാണ്, പോവാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം വേണം മോറിലിടാനിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഒന്ന് രണ്ട് ദിവസത്തെ പ്രോസസ്സ് അല്ല, കുറേ ദിവസത്തെ പ്രോസസ്സാണ്. മുളക് ഉണക്കിയിട്ട് നമ്മൾ ഗുണ്ടുമുളക് മോർമുളക് എന്ന് പറയില്ലേ, നമ്മൾ ചോറിൻ്റെ കൂടെ വറുത്ത് കഴിക്കൂലേ, അത് തന്നെയാണ്. ഇതിലൊന്ന് ചെറുപ്പായിരിക്കുന്നു, ബാക്കിയെല്ലാം ഗ്രീൻ ആയിരിക്കുന്നു, ലൈറ്റ് ഗ്രീനും ഗ്രീനും. എല്ലാം ശരിയായിക്കോളും. ഒരു ദിവസം ഉണക്കുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് മോരിലിടാം. തമിഴിലാണ് ഗുണ്ടുമുളക് എന്ന് പറഞ്ഞല്ലേ? തമിഴില് ഗുണ്ടുമുളക് എന്ന് പറയുന്നത്. മലയാളത്തിലാണ് മോരുമുളക്. മലയാളത്തിൽ മോരുമുളക് എന്ന് പറയും, കൊണ്ടാട്ടം എന്നും പറയും. കൊണ്ടാട്ടം കൊണ്ടാട്ടമോ കൊണ്ടാട്ടമോ കൊണ്ടാട്ടം. കൊണ്ടാട്ടം കാണിച്ച നീ കൊണ്ടാട്ടമോ കൊണ്ടാട്ടമോ കൊണ്ടാട്ടം. ഇന്ന് ഒരു ദിവസത്തെ മുഴുവൻ വെയിലും കൊണ്ട് ഒരു തുള്ളി വെള്ളം കൂടെ ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉണങ്ങിയതല്ല, അതിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് മുളകിൻ്റെ. നമുക്കിപ്പോൾ ഇതിനെ ഇന്ന് തന്നെ മോരിലിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ ആ മോരിൽ കുതിർന്നതിന് ശേഷം നാളെ മുതൽ ഓരോ ദിവസവും വെയിലത്ത് വെച്ച് ഉണക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് മോരെടുക്കാം. മോരല്ല, തൈര്, കട്ടി തൈരാണ്. ഒരു പാത്രം നിറയെ, സാമാന്യ ഒരു വലിയ പാത്രം തന്നെയാണ്. 1 ലിറ്റർ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം. ഞാൻ ഇത്രയും തൈര് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് രണ്ടാമത് ഉപ്പിടാം കേട്ടോ. ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഈ മുളകിനൊന്നിട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതിനു വേണ്ടിയാണ് ഫസ്റ്റ് ഒരു വരഞ്ഞ് കൊടുത്തിട്ട് ഉണങ്ങാനിടുന്നത്. ഈ മുളകിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഡയറക്റ്റായിട്ട് ഇതിലിടാം, ഇല്ലെങ്കിൽ മോരിൽ ആ തൈരിൽ ചേർത്തിട്ട് അങ്ങനെയും ഒഴിക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ആഡ് ചെയ്തോളൂ. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രം ഒന്ന് ചെറുതായിട്ട് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. നാളെ രാവിലെ ആകുമ്പോൾ ഈ
തൈരിലിരുന്ന് മുളകൊക്കെ ഒന്ന് ഊറി ഊറി മുളക് അങ്ങ് താന്ന് വരും. അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടും. ഞാനിവിടെ എടുത്ത 1 ലിറ്റർ തൈര് മുഴുവൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനെ ചെറുതായിട്ടൊന്ന് കുലുക്കി വയ്ക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ കുലുക്കി വെച്ചാൽ മതിയാവും, ഉപ്പ് ഇറങ്ങിക്കോളും. മോര് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ല നമുക്ക് ആവശ്യം കുറച്ചുകൂടെയൊക്കെ മോര് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിക്കാം. നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. നാളെ രാവിലെ ആവുമ്പോൾ വെയിലത്ത് വെച്ച് എടുക്കാം. അപ്പോൾ ഇത്ര മോരുണ്ട്. ഇതിന് നമ്മൾ അങ്ങനെ വച്ചിരിക്കണം. വൈകുന്നേരം ആവുമ്പോൾ ഈ മുളകിനെ വീണ്ടും ആ മോരിലിട്ട് വയ്ക്കണം. അങ്ങനെ ഈ മോര് കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന വരേക്കും മാറ്റി മാറ്റി ഇട്ടിട്ട് ഉണക്കേണ്ടതാണ്. ഇത് ഞാനിന്ന് വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴേ വെയിൽ നിന്നെടുത്ത് മാറ്റിയതാണ്. അങ്ങ് തീരെ അങ്ങ് 5 മണിയൊക്കെ വരുന്നവരൊന്നും വച്ചേക്കേണ്ട ആവശ്യമില്ല. കാരണം വെയിൽ മാറുമ്പോൾ അതിലേക്ക് ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. സോ നേരത്തെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ പാത്രത്തിലിരുന്ന തൈര് വേറൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് ഈ മോരുമുളകിന് അത്രയും ആ പാത്രത്തിലിട്ടിട്ട് ബാക്കി അതിൻ്റെ പുറത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനും ഈ മുളക് തൈരിലങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിൻ്റെ എരിവും പെട്ടെന്ന് അങ്ങ് കുറയും. ആ മോരിൻ്റെ ഫുൾ എസൻസും അതിലേക്ക് പിടിക്കും. ഒറ്റ ദിവസത്തെ വെയിലിനാണ് ഈ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയ കണ്ട. ഈ തൈരിൽ നമുക്കിങ്ങനെ മുളക് മാത്രമല്ല വേറെയും പല വെജിറ്റബിൾസും ഇതിൽ ഇട്ടിങ്ങനെ ഉണക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് അങ്ങനെ അവർ ചെയ്യാറുള്ളത്. നല്ല വെയിൽ അവർ ഒട്ടും തന്നെ മിസ്സാക്കാറില്ല. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ഇന്നും ഇതാ വെയിലിടാൻ പോവുകയാണ്. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 ഡേയ്സ്, ഇപ്പോഴത്തെ വെയിലിന് ഒരു 10 ഡേയ്സൊക്കെ ധാരാളം മതിയാവും. അങ്ങനെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി മോർമുളക് റെഡിയാവും, അഥവാ കൊണ്ടാട്ടം റെഡിയാവും. ആദ്യം ഞാൻ തവി എടുക്കാതെയാണ് ഇട്ടത് കേട്ടോ. അപ്പം മൊത്തത്തിൽ അങ്ങനെ കൊണ്ട് തട്ടിയപ്പോൾ അത്ര തൈരും താഴെ വീഴുന്നു. പിന്നെ ഞാൻ ഒന്നേന്ന് മാറ്റിയിട്ട് തവി കൊണ്ട് ഓരോരോ ഈ മുളക് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ട് ഉണക്കിയെടുക്കുകയാണ്. തൈര് വീഴുന്നതാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അപ്പോൾ ഈ പ്രോസസ്സ് നിങ്ങൾ ടിൽ ദ എൻഡ്, അതായത് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നവരേക്കും കണ്ടിന്യൂ ചെയ്യുക. ഇത് 10 ദിവസമൊക്കെ ആയപ്പോൾ എൻ്റെ മുളകിൻ്റെ ചന്തം കണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഒക്കെ വെറുതെ എടുത്ത് കഴിച്ചാലും അങ്ങനെ വലിയ എരിവൊന്നുമില്ല കേട്ടോ. നല്ല മണവുമാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കഴിക്കാം. ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റില്ലാത്ത ഒന്നാണ് ഈ കൊണ്ടാട്ടം അഥവാ മോർമുളക്. പക്ഷേ എനിക്കിഷ്ടം ചൂട് കഞ്ഞിയോടൊപ്പം കഴിക്കാനാണ്. അപ്പം നമുക്കിത് ഒരു തണുപ്പുള്ള രാത്രിയിലൊക്കെ, എത്ര വെയിലാണെങ്കിലും രാത്രിയാകുമ്പോൾ നമുക്കിവിടെ ഒരു തണുപ്പാണ് കേട്ടോ, മരങ്ങളൊക്കെ നിറയുള്ളത് കാരണം. അപ്പോൾ ഈ ചൂട് കഞ്ഞി വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ ചൂട് കഞ്ഞിയൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെയൊക്കെ കൊണ്ടാട്ടം വെച്ച് കഞ്ഞി കുടിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ ഫോർ നൗ.